ഇതാണ് ഇപ്പം അവസ്ഥ. കൂടുതൽ വളഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? പോസ്റ്റല്ല സോറി, മരം കണ്ടോ വളഞ്ഞത് കണ്ടോ? കുറച്ചുകൂടെ ജാസ്തി വളഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ് കണ്ടോ. നമുക്ക് ഇത് പൊങ്ങി കിടക്ക് നോക്കുക കണ്ടോ. ആരോട് പറയാനാ, ഇന്നലെ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ ആരെങ്കിലും വല്ലതും പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഇവർ അനങ്ങുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എന്നോട് പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ, പോലീസുകാരും പറഞ്ഞത്, ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞത് വെച്ചാൽ മരം വീണാണെങ്കിൽ ഞങ്ങൾക്ക് മുറിക്കാനുള്ള അധികാരമുണ്ട്, അല്ലാത്തടത്തോളം കാലം ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള ആരുടെയോ മരമെന്നാണ് പറയുന്നത്. അയാളുടെ പേരൊന്നും എനിക്കറിയില്ല. ഇവിടെ കൗൺസിലറും വന്നിരുന്നു. എന്ത് ചെയ്യാനാ, നമ്മുടെ സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു എററുണ്ട്. അതായത് ആരെങ്കിലും മരിച്ചാൽ അല്ലെങ്കിൽ അപകടം പറ്റിയാൽ അവർ മുറിച്ച് മാറ്റും, 5 പൈസ കൊടുക്കണ്ട. അല്ലെങ്കിൽ ഈ അതാത് പ്രോപ്പർട്ടി ഓണേഴ്സാണ് മാറ്റേണ്ടത്. ഇതിപ്പം അവർക്ക് നോട്ടീസ് അയച്ചെന്നാണ് പറഞ്ഞത്. നോട്ടീസ് അയച്ച് എത്ര ദിവസം കൊണ്ടായിരിക്കും അവർ മുറിക്കുക, ഒരു ടൈം പീരീഡ് കൊടുക്കുമല്ലോ. അപ്പോൾ അതുവരെ ഇങ്ങനെ ആളുകൾ അപകടത്തിൽ പെട്ടോട്ടെ എന്നായിരിക്കും ഇത്. ഞാനപ്പോൾ അത് ഗവൺമെൻറ് ഹൃദയപ്പെടുത്തും എന്തായാലും കുറച്ചില്ല ഇത്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് തന്നെയായിരിക്കും സ്ഥിതി. മനസ്സിലായില്ലേ? ഇതിപ്പോൾ ആളുകൾ വീണ് അപകടത്തിൽ മരിക്കുന്നത് വരെ ഇങ്ങനെ നിൽക്കും. ഞാൻ പുറകോട്ട് നടക്കുകയാണ് കേട്ടോ, ബാക്കിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അവസാനം ഞാൻ വീണിട്ട് ആൾക്കാർ ചിരിക്കും. പിന്നെ തലയ്ക്ക് ഭ്രാന്താന്നാണ് പറയുന്ന ആൾക്കാർ. എന്നുവെച്ചാൽ ഇങ്ങനെ നേരം വെളുത്ത ഉടനെ പറഞ്ഞ് എനിക്ക് ആളുകളുടെ മേലെ വീഴുമ്പോൾ കാണണ്ടെന്ന് വെച്ചിട്ടാണ്. ചിലപ്പോൾ നമ്മുടെ ആരും ആയിരിക്കില്ല ഇതാവുന്നത്, എന്നാലും വല്ല പരിചയക്കാരനോ സുഹൃത്തുക്കളോ മറ്റോ ആണെങ്കിലോ, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ട് ഇതെടുക്കുന്നത്. മക്കളൊക്കെ പോകുന്നതാണ്, ഈ ചെറിയ കുട്ടികളൊക്കെ ട്യൂഷന് പോകുന്നതും സ്കൂളിൽ പോകുന്ന റോഡാണ് ഇത്. എന്ത് ചെയ്യുക, ഒരു ഓടിയ ഇലക്ട്രിസിറ്റി പോസ്റ്റിലേക്കായിരിക്കും മറിഞ്ഞു വീഴുക കണ്ടോ. ഇലക്ട്രിസിറ്റി പോസ്റ്റിലേക്ക് മറിഞ്ഞു പോകാനുള്ള സ്ഥിതി ആലോചിച്ചു നിങ്ങൾ. ഇതാ പോസ്റ്റിൻ്റെ അവിടെ എത്തി. ഇതൊന്നും പറഞ്ഞാൽ കേൾക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ മരം കണ്ടോ. ഞാൻ ഈ റോഡിൻ്റെ ക്രോസ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നുള്ളത്. ഇതാണ് സ്ഥിതി കണ്ടോ. മരം നിൽക്കുന്ന നോക്ക്. ഇത് ആ കല്ലിൻ്റെ പുറത്താണ് മരം നിൽക്കുന്നത് കണ്ടോ. കല്ല് ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം, സൂം ചെയ്ത് കാണിച്ചു തരാം കണ്ടോ. കല്ലിൻ്റെ അവസ്ഥ ഉണ്ട്. ഇത് നോക്ക് കല്ല്. ഈ കല്ല് എപ്പോൾ വീണോ അന്ന് ഇത് മറിഞ്ഞ് വീഴുകയും ചെയ്യും. കല്ലൊന്ന് ഇളകിയാൽ തീർന്നില്ലതാണ് ഉണ്ട് മരം. ഞാനിനി ആരോട് പറയും? എല്ലാ ഉദ്യോഗസ്ഥരെയും വിളിച്ച്, എനിക്കറിയുന്നവരെല്ലാവരെയും വിളിച്ച്, ഒടുവിലാണ് മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൽ വിളിച്ച് പറഞ്ഞത്. പക്ഷെ അവിടുന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ 5 മിനിറ്റ് പോലും എടുത്തില്ല. അതിന് മുമ്പ് പോലീസ് എത്തി ഇവിടെ. പിന്നീട് കളക്ട്രേറ്റിൽ നിന്നൊക്കെ ഉദ്യോഗസ്ഥന്മാർ വിളിക്കുന്നുണ്ട്. മരം വീണോന്നാണ് ചോദിക്കുന്നത്. വീണ്ട ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ അവരെ ഓടി വരും എല്ലാവരും കൂടെ. ചാനലുകാർക്ക് കൊടുത്താലേ ഇനി രക്ഷയുള്ളൂ എന്നാണ് തോന്നുന്നത്. ചാനലുകാർക്കൊരു വിഷയമാണുള്ളത്. ഇത് PWD റോഡാണ് സാറേ, PWD റോഡ്. അവിടെ മായനാട് പള്ളിപറമ്പ് ക്രോസ് റോഡാണ്. അവിടെയാണ് ഈ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ. ഇതിപ്പം നിറയും ഇപ്പോൾ വണ്ടികൾ. കഴിച്ചാൽ എറണാകുളത്തുനിന്ന് അല്ല, എന്താ സ്ഥലത്തിൻ്റെ പേര്, വയനാട് ഭാഗത്തു നിന്നുള്ള വണ്ടികൾ ഗൂഗിൾ മാപ്പ് ഇട്ടാൽ ഈ വഴിയാണ് കാണിക്കുക. എൻ്റെ അറിവ് പ്രകാരമാണെങ്കിൽ ഒരു മണിക്കൂറിലൊരു 300-400 വണ്ടികൾ ഓടുന്നുണ്ട്. ഇവിടെ CCTV ക്യാമറ ഉണ്ട്, അത് ANPR ക്യാമറയാണ്. അതിനകത്ത് എണ്ണം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു മണിക്കൂറിൽ 400-500 വണ്ടികൾ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നുണ്ട്. അത് മിക്കവാറും രജിസ്ട്രേഷൻ നോക്കിയാൽ തൃശ്ശൂർ എറണാകുളം ഭാഗത്തേക്കുള്ള വണ്ടികളാണ്. പിന്നെ ട്രെയിലർ പോകുന്നുണ്ട്. ഇത് ട്രെയിലറിൻ്റെ സൈഡൊക്കെ ഇടിച്ചാലും മതിയല്ലോ ഇത് വീഴാൻ. അതിൻ്റെ മരം കണ്ടോ അവിടെ നിൽക്കുന്നത്. ഈ മരങ്ങളെല്ലാം വെട്ടാനുള്ള ഏർപ്പാട് ചെയ്യണം. ഒരുപാട് മരങ്ങൾ റോഡിലേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ട്രെയിലറൊക്കെ പോകുന്ന സമയത്ത് മരമൊക്കെ ഒടിഞ്ഞു കൂടെ ആ വഴി കൂടെ വണ്ടി യാത്രക്കാർ പോകുകയാണെങ്കിൽ അവർക്കും അപകടം പറ്റും. ഇത് PWD റോഡാട്ടോ, മായനാട് പള്ളിപറമ്പ് PWD റോഡ്, കോഴിക്കോട്.